ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വരുന്നത് എന്ന് നോക്കാം. 2026 മെയ് 11 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനപ്രകാരം മെയ് മാസം 30-ാം തീയതിയോടുകൂടി 16 തസ്തികകളിലേക്കാണ് പി എസ് സിയുടെ പുതിയ വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. ഏതൊക്കെ പോസ്റ്റിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സംസ്ഥാനതലം ജനറൽ റിക്രൂട്ട്മെന്റ് 11 നോട്ടിഫിക്കേഷനാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ആദ്യത്തേത് ഡയറി ഡെവലപ്മെന്റ് വകുപ്പിൽ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ. രണ്ടാമത്തേത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 2 പോസ്റ്റിലേക്കാണ് വിജ്ഞാപനം വരുന്നത്. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വനിതാ ശിശുവികസന വകുപ്പിൽ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ. ഈ പോസ്റ്റിലേക്ക് വനിതകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നാലാമത്തെ നോട്ടിഫിക്കേഷൻ മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അഞ്ചാമത്തേത് പട്ടികജാതി വികസന വകുപ്പിൽ പട്ടികജാതി വികസന ഓഫീസർ ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് വിജ്ഞാപനം വരുന്നുണ്ട്. അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ മൈക്രോബയോളജിസ്റ്റ് തസ്തികയിലേക്ക് വിജ്ഞാപനം വരുന്നുണ്ട്. ആരോഗ്യ വകുപ്പിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 തസ്തികയിലേക്കും കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നീ തസ്തികയിലേക്കും വിജ്ഞാപനം പുറത്തു വരുന്നുണ്ട്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബ്ലാക്ക് സ്മിത്ത് ഗ്രേഡ് 2 എന്നീ തസ്തികയിലേക്കാണ് സംസ്ഥാനതലം ജനറൽ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. സംസ്ഥാനതലം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി പുറത്തിറങ്ങുന്ന വിജ്ഞാപനങ്ങളാണ് ഇനി പറയുന്നത്. ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റന്റ് സർജൻ, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതുപോലെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ്, കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് തുടങ്ങിയവയിൽ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികയിലേക്കുമാണ് വിജ്ഞാപനം പുറത്തു വരുന്നത്. അടുത്തത് ജില്ലാതലം സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ആലപ്പുഴ ജില്ലയിൽ ആരോഗ്യ വകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ വിവിധ വകുപ്പുകളിലായി ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് തസ്തികയിലേക്കും നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുന്നതാണ്. അടുത്തത് NCA റിക്രൂട്ട്മെന്റ് ആണ്. കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ സെക്യൂരിറ്റി ഓഫീസർ ഈഴവ, തീയ, ഭില്ലവ എന്നീ വിഭാഗങ്ങൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അസാധാരണ ഗസറ്റ് തീയതി 30/5/2026 ഇത്രയും നോട്ടിഫിക്കേഷൻസ് പുറത്തിറങ്ങുന്നത്. ഈ എക്സാമിൻ്റെയൊക്കെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് 1/7/2026 ജൂൺ 1 ഇവിടെ പറഞ്ഞ നോട്ടിഫിക്കേഷൻസിൻ്റെയൊക്കെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. ഈ യോഗ തീരുമാനപ്രകാരം തന്നെ 25 തസ്തികയിലേക്കുള്ള ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ണൂർ ജില്ലയിൽ ഹോമിയോപ്പതി വകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, തൃശൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ, ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ UP സ്കൂൾ ടീച്ചർ തമിഴ് മാധ്യമം, വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, പത്തനംതിട്ട ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രീ പ്രൈമറി ടീച്ചർ, എറണാകുളം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ, കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ എന്നീ തസ്തികകളിലേക്കാണ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ യോഗ തീരുമാനം. അതുപോലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്,
അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റൻറ്റ് മാനേജർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, കാറ്റഗറി നമ്പർ 363/2025, കാറ്റഗറി നമ്പർ 364/2025, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അക്കൗണ്ടൻറ്റ്, കാറ്റഗറി നമ്പർ 422/2025, കേരളത്തിലെ സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളിൽ അക്കൗണ്ടൻറ്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി, കാറ്റഗറി നമ്പർ 751/2025, കാറ്റഗറി നമ്പർ 752/2025 എന്നീ തസ്തികയിലേക്കുള്ള സാധ്യതാ പട്ടികയും പ്രസിദ്ധീകരിക്കുമെന്ന് യോഗത്തിൽ തീരുമാനമുണ്ടായിരുന്നു. ഇന്ന് പറഞ്ഞ 16 തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മെയ് 30-നാണ് പുറത്തിറങ്ങുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 1/7/2026 എന്ന കാര്യം ഓർത്തു വെക്കുക. നോട്ടിഫിക്കേഷൻ വന്നാൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.